ഇന്നലെ മാനന്തവാടിയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ തണ്ണീർക്കൊമ്പൻ ബന്ദിപൂരിൽ ചരിഞ്ഞു എന്ന വാർത്തയാണ് ഈ പ്രഭാതത്തിൽ വരുന്നത്. 15 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തണ്ണീർക്കൊമ്പനെ നമുക്ക് ബന്ദിപ്പൂരിൽ എത്തിക്കാൻ കഴിഞ്ഞത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു. നാട്ടിലേക്ക് ഇറങ്ങിയ തണ്ണീർക്കൊമ്പനെ 20 ദിവസം മുമ്പാണ് കർണാടക വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടി കാട് കയറ്റിവിട്ടത്. എങ്ങനെയാണ് തണ്ണീർക്കൊമ്പൻ നാഗർഹോള വനത്തിൽ നിന്ന് മാനന്തവാടിയിൽ എത്തിയത്? 15 മണിക്കൂറിലധികം മാനന്തവാടിയെ മുൻമുനയിൽ നിർത്തിയ തണ്ണീർക്കൊമ്പൻ്റെ യാത്രയിലേക്ക്. 20 ദിവസത്തിനിടെ 2 തവണ മയക്കുവെടിയേറ്റു തണ്ണീർക്കൊമ്പന്. ജനുവരി 16-ന് കർണാടകയിലെ ഹാസനിലെ സഹാറ എസ്റ്റേറ്റിൽ നിന്നാണ് ആനയെ ആദ്യം പിടികൂടിയത്. ശ്രമകരമായിരുന്നു ആ ദൗത്യം. 4 കുങ്കിയാനകൾ ഇടത്തും വലത്തും നിലയുറപ്പിച്ചാണ് അന്ന് ദൗത്യം പൂർത്തിയാക്കിയത്. ജനങ്ങൾക്ക് ഭീഷണിയാകുകയും മേഖലയിൽ വൻ കൃഷിനാശമുണ്ടാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് കർണാടക വനംവകുപ്പ് ആനയെ പിടികൂടാൻ തീരുമാനിച്ചത്. പിടികൂടിയ ശേഷമാണ് തണ്ണീർക്കൊമ്പൻ എന്ന പേരിട്ടത്. ശേഷം നാഗർഹോള വനത്തിൽ തുറന്നുവിട്ടു. നാഗർഹോള വനത്തിൽ നിന്നും കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് തണ്ണീർക്കൊമ്പൻ ഇന്നലെ രാവിലെ വയനാട് എടവക പഞ്ചായത്തിലെ പായോടെത്തിയത്. എടവക പഞ്ചായത്തിൽ നിന്നും പുഴ നീന്തിക്കടന്ന് പിന്നീട് മാനന്തവാടി കോടതി പരിസരത്തേക്കും അവിടെ നിന്നും കൊല്ലിയിലേക്കും എത്തി. പിന്നീട് ടൗണിൽ നിലയുറപ്പിച്ചു. 15 മണിക്കൂർ തണ്ണീർക്കൊമ്പൻ മാനന്തവാടിയെ വിറപ്പിച്ചു. വൈകുന്നേരത്തോടെ 2 തവണ മയക്കുവെടി വെച്ചു. 3 കുങ്കിയാനകളുടെ സഹായത്തോടെയായിരുന്നു ദൗത്യം. രാത്രി 10:30-യോടെ എലിഫന്റ് ആംബുലൻസിൽ കയറ്റി ബന്ദിപ്പൂരിലേക്ക്. പുലർച്ചെ 1 മണിയോടെ കർണാടക വനംവകുപ്പിന് കീഴിലെ രാമപുര എലിഫന്റ് ക്യാമ്പിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ 7:30-യോടെ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞെന്ന വാർത്ത 24 പുറത്തുവിട്ടു. ന്യൂസ് ഡെസ്ക് 24.